ഇത്രത്തോളം കരയാൻ മേഘങ്ങൾ ആരെയാവും പ്രണയിച്ചിട്ടുണ്ടാവുക? ഒരുപക്ഷെ കടലിനെ ആയിരിക്കും. രണ്ടുപേരും ഏതൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പിരിഞ്ഞു. അവർ കരഞ്ഞു ജീവിച്ചു. ഒടുവിൽ മേഘത്തിൻ്റെ കണ്ണുനീര് കടലിലേക്ക് വന്ന് പതിച്ചു. അങ്ങനെ രണ്ട് കണ്ണുനീരും കൂടി ചേർന്ന് അതിന് ഉപ്പുരസമായി മാറി. ഇതേ കണക്കൊരു കണ്ണുനീര് ക്രിസ്തു ഒഴുക്കിയിട്ടില്ലേ ഗെത്സമനിയിൽ? എന്നാൽ ആ കണ്ണുനീരിനോടൊപ്പം കരയാൻ ആരുമില്ലായിരുന്നു. ആ കണ്ണുനീരിന് വില കൊടുക്കാൻ അടുത്തിരുന്നവർക്ക് പോലും കഴിഞ്ഞില്ല. അതുകൊണ്ട് ആ കണ്ണുനീരിന് ഉപ്പുരസമുണ്ടായില്ല. കൂടെ കരയാൻ ഒരാളുണ്ടെങ്കിൽ, നിങ്ങളുടെ കണ്ണുനീരിന് വില തരാൻ ഒരാളുണ്ടെങ്കിൽ, അപ്പോൾ മാത്രമേ ആ കണ്ണുനീരിന് ഉപ്പുരസമുണ്ടാവുകയുള്ളൂ. ഒന്ന് ഓർത്തു നോക്കി, നിങ്ങൾ ഒഴുക്കുന്ന കണ്ണുനീരിന് ഉപ്പുരസമുണ്ടോ? നിങ്ങളുടെ കണ്ണുനീര് വിലമതിക്കപ്പെടുന്നുണ്ടോ?